ബാറക്കല്ലാ ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വലമ്മ ദഖലു അലാ യൂസുഫ ആവാ ഇലൈഹി അഖ ഖാല ഇന്നി അന അഖൂക് ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ അങ്ങനെ പറഞ്ഞല്ലേ. കുറേ ചരിത്രങ്ങളാണ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർ സഹോദരങ്ങൾ ഇപ്പോൾ 11 പേരുണ്ട്. ആ 11 പേര് വന്നപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? ഫലമ്മ ദഖലു അലൈഹി ആവാ ഇലൈഹി അഖാഹു എന്നാണ്. പൂർണ്ണ സഹോദരനെ തന്നിലേക്ക് ചേർത്തു എന്നാണ്. അപ്പോൾ തഫ്സീറുൽ ബഹറുൽ മുഹീത്തിൽ അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി കുറേ ചരിത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ല, ഏറെക്കുറെ തഫ്സീറുകളിലൊക്കെ അങ്ങനെ ഉണ്ട്. ഇവരെ രണ്ട് ടീമാക്കി, രണ്ട് പേരാക്കി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇവരെ സ്വീകരിക്കുന്ന വിഷയത്തിൽ, പിന്നെ അവരെ പാർപ്പിക്കേണ്ട വിഷയത്തിൽ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലൊക്കെ രണ്ടാളാക്കി. അപ്പോൾ രണ്ട് പേരാകുമ്പോൾ ഇവർ എത്ര പേരുള്ളത്? 11 പേരല്ലേ. സ്വാഭാവികമായിട്ടും ഒരാളെ ബാക്കിയോ? ബിന്യാമീൻ. അപ്പോൾ ബിന്യാമീൻ ബാക്കിയാകുമ്പോൾ അത് ഏറ്റെടുക്കുകയാണ്. ബിന്യാമീനിൻ്റെ കൂടെ മനസ്സിലെ. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തത്? ബിന്യാമീനെ തന്നിലേക്ക് ആവാ ഇലൈഹി തന്നിലേക്ക് അടുപ്പിച്ചത് എന്നാണ്. എന്നിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? അപ്പോൾ ബിന്യാമീൻ സ്വാഭാവികമായിട്ടും ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ, താമസിക്കുമ്പോഴാകട്ടെ യൂസുഫിനോടൊപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഈ സ്വകാര്യത പങ്കിട്ടു. അന അഹൂഖ്, ഞാൻ എൻ്റെ സഹോദരനാണ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയാണ് ഇത് പങ്കിട്ടത്. അതുകൊണ്ടാണ് അവർക്ക് അറിയാൻ കഴിയാതിരുന്നത് എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ വിഷയം. ഇനി ഇതിലൊക്കെ കുറേ വിഷയങ്ങളാകുന്നു. കുറേ ചരിത്രങ്ങളും കുറേ വിഷയങ്ങളും കർമ്മശാസ്ത്ര മസ്അലകളൊക്കെയാണ് ഇതിലുള്ളത്. ഫലമ്മ ജഹസഹും ബിജഹാസിഹിം ജഅല സിഖായത ഫീ റഹ്ലി അഖീഹി സുമ്മ അദ്ദന മുഅദ്ദിനുൻ അയ്യതുഹൽ ഉയ്റു ഇന്നകും ലസാരിഖൂൻ. ഫലമ്മ ജഹസഹും ബിജഹാസിഹിം നമുക്ക് വന്നതല്ലേ, ഒരു പ്രാവശ്യം വന്നല്ലോ അല്ലേ? എന്താ ഫലമ്മ ജഹസഹും ബിജഹാസിഹിം, അവരുടെ ഈ യാത്രാ സാമഗ്രികളെ ഒരുക്കിയപ്പോൾ ഇവിടെ ഫലമ്മ, അവിടെ മറ്റൊടത്ത് വലമ്മ ജഹസഹും ബിജഹാസിഹിം നമുക്ക് വന്ന തൂനി ബി അഖില്ലകും മിൻ അബീക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കനാൻ ദേശത്ത് നിന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ എടുക്ക് വരുന്നത്, മിസ്റിലേക്ക് വരുന്നത്. എന്തിന്? ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒരു തവണ വന്നു, ഈ സഹോദരങ്ങൾ വന്നു 10 പേര്. ആ 10 പേർക്കുള്ള എല്ലാ വിഭവങ്ങളും എന്ത് ചെയ്തു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷ്യവിഭവങ്ങളൊക്കെ അവർക്ക് തയ്യാറാക്കി നൽകിയിട്ട് അവരെ കനാൻ ദേശത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ പറഞ്ഞു വലമ്മ ജഹാസഹും ബിജഹാസിഹിം, അവരുടെ ജഹാസ് അവർക്ക് ഒരുക്കിയപ്പോൾ അവിടെ പറഞ്ഞു കാല തൂനി ബി അഖില്ലകും മിൻ അബീക്കും, ഇനി വരുമ്പോൾ നിങ്ങളുടെ പിതാവത്തെ സഹോദരനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലേ. ഇവിടെ അത് തന്നെയാണ്. രണ്ടാം തവണ ഈ സഹോദരങ്ങൾ വന്നപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജഹാസഹും അവരെ ഒരുക്കി. ബി ജഹാസിയും എന്നാണ് അവരുടെ ജഹാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രാ സാമഗ്രികൾ, അതിൽ പ്രധാനം ഭക്ഷ്യ വസ്തുക്കളെ തേടിയാണ് അവർ വന്നത്. അപ്പോൾ ആ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുള്ള അവരുടെ മടക്കയാത്രക്കുള്ള ഒരുക്കം അത് ഒരുക്കിയപ്പോൾ ജഅല സിഖായത ഫീ റഹ്ലി അഖീഹി, വെച്ചു, ആക്കി തീർത്തു. ജഅല എന്ന് പറഞ്ഞാൽ ആക്കി തീർത്തു. എന്തിനാക്കി തീർത്തു? സിഖായത്തിനെ ആക്കി തീർത്തു. എവിടെ ആക്കി? ഫി റഹ്ലി അഖീഹി, തൻ്റെ സഹോദരൻ്റെ റഹ്ലിൽ. അഖീ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരൻ, റഹ്ൽ എന്ന് പറഞ്ഞാൽ യാത്രാ സാമഗ്രികൾ, ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള യാത്രാ സാമഗ്രികൾ, അതാണ് റഹൽ. അപ്പോൾ ഇവിടെ സിഖായത്തിനെ ആക്കി എന്നാണ്. ആരാണ് ആക്കിയത്? ആരാണ് ഒരുക്കിയത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ നേതൃത്വം നൽകുന്നത്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് ജഹസഹും അവരെ ഒരുക്കിയത്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വെച്ചു, അല്ലെങ്കിൽ ആക്കി. എന്തിനാക്കി? ആ സിഖായത്തിനെ ആക്കി. ഫി റഹ്ലി ആക്കി, തൻ്റെ സഹോദരൻ്റെ റഹ്ലിൽ, യാത്രാ സാമഗ്രികളിൽ. ഇതിനർത്ഥം പറയാം. സുമ്മ, പിന്നീട് അദ്ദന മുഅദ്ദിനുൻ, അദ്ദന എന്ന് പറഞ്ഞാൽ ആലമ, വിളംബരം നടത്തി. മുഅദ്ദിനുൻ, ഒരു വിളംബരം നടത്തുന്നവൻ. നാദാ മുനാദി എന്നർത്ഥം, വിളിക്കുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? അയ്യതുഹൽ ഉയ്ർ,
ദ അയ്യത്തുഹൽ ഉയർ, അല്ലയോ ഉയർ എന്ന് പറഞ്ഞാൽ കാഫില, യാത്രാസംഘം. പറയാം, ഞാൻ പറയാം. അയ്യത്തുഹൽ ഉയർ, അല്ലയോ യാത്രാസംഘം. അൽ ഉയർ എന്നുള്ളത് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് അയ്യത്തുഹ എന്ന് പറഞ്ഞത്. ഇത് പുല്ലിംഗായിരുന്നെങ്കിൽ എങ്ങനെ പറയാം? അയ്യുഹ, അയ്യുഹന്നാസ് എന്ന് പറയില്ലേ. ഇവിടെ അയ്യത്തുഹ എന്ന് പറയാൻ കാരണം അൽ ഉയർ എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. ഇത് യാത്രാസംഘം. അതിന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു, അയ്യത്തുഹൽ ഉയർ, അല്ലയോ യാത്രാസംഘമേ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ലസാരിഖൂൻ, മോഷ്ടാക്കൾ തന്നെയാകുന്നു. സാരിഖ് എന്ന് പറഞ്ഞാൽ മോഷ്ടാവും, സാരിഖൂൻ മോഷ്ടാക്കൾ, ലസാരിഖൂ നിങ്ങൾ മോഷ്ടാക്കൾ തന്നെയാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. തൈ ഇതിൽ നമുക്ക് കുറച്ച് മസാലകൾ. ഒന്ന്, എന്താണ് ഈ സിക്കായത്ത്? എന്താ സിക്കായത്ത്? പാനപാത്രം. ഈ സിക്കായത്തിന് ഇവിടെ ഒരു പ്രയോഗമുണ്ട്, അതിന് വരും നമുക്ക്. സുവാ അൽ മലിക്, അതായത് പിന്നെ നിങ്ങൾ മോഷ്ടാക്കളാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ സഹോദരങ്ങൾ വരികയാണ്, എന്നിട്ട് പറയുന്നുണ്ട് മാതാ തസ്കീദൂൻ, എന്താ നിങ്ങൾ തിരയുന്നതെന്ന് ചോദിക്കാണ്, എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? അപ്പോൾ അവർ പറയുന്നത് നസ്കീദൂ, ഞങ്ങൾക്ക് നഷ്ടമായത് സുവാ അൽ മലിക്, രാജാവിൻ്റെ സുവാഇനെയാണ്. അവിടെ സിക്കായത്ത് എന്നുള്ളതും സുവാഴ് എന്നുള്ളതും ഒരേ സാധനമാണ്. എന്താ ഈ സുവാഴ്, എന്താണ് ഈ സിക്കായത്ത്? സിക്കായത്ത് സുഖിയിൽ നിന്നാണ്. സുഖി എന്താ? പാനം ചെയ്യുക, കുടിക്കുക. പാനം ചെയ്യലും പാനം ചെയ്യിക്കലും. ഏറ്റവും നല്ല സദക്ക ഏതാന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? സുഖിയൽമ, വെള്ളം കുടിപ്പിക്കലാണ്, ജലദാനം. അതാണ് ഏറ്റവും വലിയ മഹനീയമായ സദക്ക എന്ന് പറഞ്ഞത്. സുഖി. സിക്കായത്ത് എന്നാണ്. ഈ സിക്കായത്ത് ഇവിടെ ഉദ്ദേശം ഇപ്പം നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. എന്താ? പാനപാത്രം, രാജാവിൻ്റെ പാനപാത്രം, പാനം ചെയ്യാനുള്ള പാത്രം, സിക്കായത്ത്. പക്ഷേ സിക്കായത്ത് നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളത് അല്ല. പിന്നെ ഇപ്പം പാനം എന്താ സിക്കായത്തോടെ കേട്ടിരുന്നത്? നമ്മൾ പരസ്യമായിട്ട് സിക്കായത്ത് കേൾക്കൽ എവിടെയാണ് കൂടുതൽ കേൾക്കൽ? ആമക്കത്ത്, ഹറമിൽ സിക്കായ. പിന്നെ ഈ പാനം ചെയ്യുന്ന സ്ഥലത്തിന് സിക്കായത്ത് എന്ന് പറയും, സിക്കായത്ത് പറയും. പിന്നെ പാനം ചെയ്യിക്കുന്നതിന് പറയും സിക്കായത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തപ്പോൾ സുമ്മ സല്ല ദുഹർ, റസൂലുള്ളാഹി ദുൽഹജ്ജ് 10 ദുഹർ നിസ്കരിച്ച്. സുമ്മ അത്ത സിക്കായ, പിന്നെ സിക്കായത്തിൻ്റെ അടുക്കലേക്ക് എത്തിയതാണ്. സിക്കായത്തിൻ്റെ അടുക്കലേക്ക്, സിക്കായത്ത് പറഞ്ഞാൽ സംസം കുടിപ്പിക്കുന്ന സ്ഥലം, അവിടേക്ക് ചെന്നു എന്നാണ്. ഇന്നത്തെ മാതിരിയല്ല അന്ന് അവിടെ സംസമിൻ്റെ കിണറുണ്ട്, അതിന് കോരിയാണ് കൊടുക്കുക, മനസ്സിലായോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സിക്കായത്തിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ, അന്ന് സിക്കായത്തിൻ്റെ ചുമതല ആയിരിക്കാം ഖുറൈശികളിലായിരിക്കാണ്. ഖുറൈശികൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനാണ്, ബനുൽ അബ്ബാസ് കുടുംബത്തിനാണ്. ശരി. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മകൻ ഫضലുമാണ് അവിടെ ഉള്ളത്, ഫضൽ ഇബ്നു അബ്ബാസ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിക്കായത്തിൻ്റെ അടുക്കലേക്ക് ചെന്നാണ്. എന്നാൽ ആജിമാർക്ക് വെള്ളം നൽകുന്ന സ്ഥലം, അവിടേക്ക് ചെന്നു. എന്നിട്ട് അബ്ബാസിനോട് പറഞ്ഞ് ഇസ്ഖിനി, എനിക്ക് വെള്ളം തരുമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് റസൂലുള്ളാഹി ഹജ്ജ് ചെയ്തപ്പോൾ ഹജ്ജ് പത്തന്. അപ്പോൾ പിന്നെ അബ്ബാസ് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അന്ന് സംസം കൊടുക്കല് ഹാജിമാർക്ക്, സംസത്തിൽ സബീബ് ഇടും, സബീബ് ഉണക്കമുന്തിരി, മുന്തിരി ഇട്ടിട്ട് അത് കലക്കിയിട്ട് ആ വെള്ളം കൊടുക്കുക. സംസം വെള്ളം മാത്രമല്ല, പിന്നെ അതിൽ സബീബ് ഇട്ടിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് ഒക്കെ അവർ ചെയ്താണത്. കാരണം ഹാജിമാർക്ക് അന്ന് വെള്ളമല്ല, പിന്നെ അതിൽ സബീബ് കൂടി ഇട്ടിട്ട് പിന്നെ അതാണ് കൊടുക്കുന്നത്. അപ്പോൾ അബ്ബാസ് പറയും, റസൂൽ ഇതിൽ ആളുകൾ കൈയിട്ടുണ്ട്, ആളുകൾ കൈയിട്ടുണ്ട്, അതുകൊണ്ട് ഫضലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫضൽ ഉമ്മുൽ ഖൈറിൻ്റെ അടുക്കലേക്ക് പോകും. ഉമ്മുൽ ഖൈർ എന്ന് പറഞ്ഞെങ്കിൽ അബ്ബാസിൻ്റെ ഭാര്യ, ഫضലിൻ്റെ ഉമ്മ. ഉമ്മുൽ ഖൈറിൻ്റെ അടുത്ത് പോയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം അവിടെ ഉണ്ട് സംസം എടുത്ത് വെച്ച്, അത് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ ഇസ്ഖീനി മിമ്മാ ശരിബ മിൻഹു നാസ്, ജനങ്ങൾ കുടിച്ചതിൽ നിന്ന് എനിക്ക് കുടിക്കാൻ തരാൻ പറയുന്നുണ്ട്. അപ്പോഴും അബ്ബാസ് പറയും, റസൂലേ വേണ്ടത്, ആളുകളൊക്കെ കയ്യിട്ട് വാരിയെന്ന് പറഞ്ഞാൽ ആളുകളുടെ പെരുമാറ്റം ഉണ്ടായ വെള്ളമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, പിന്നെ റസൂൽ പറയുന്നില്ല, ഇസ്ഖിനി മിമ്മാ യസ്ഖിൻ നാസ്, ജനങ്ങൾ കുടിക്കുന്നതിൽ നിന്ന് എനിക്ക് കുടിക്കാൻ തരാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ആ സംഭവം എന്നറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ബാസ് പറയുന്നുണ്ട്, ഈ ഫضലിനെ അങ്ങോട്ട് വിട്ട്
റസൂലെ ഫദലിൻ്റെ തലങ്ങൾ പിടിച്ച് തിരിച്ചില്ല, അത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അറിയോ, നിസ്വാസൽ മതങ്ങൾ മുസ്ദലിഫയിൽ രാപ്പാർത്തിട്ട് പിന്നെ 10ൻ്റെ അന്ന് ഏറിന് വരികയാണ് രാവിലെ. ഏറിന് പറയുമ്പോൾ വൈക്കുന്നാണ് കല്ലെടുക്കണത്, എറിയാനുള്ള കല്ല്, 7 കല്ല്. അത് ഫദലെടുത്ത് കൊടുക്കണത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒട്ടകത്തിൻ്റെ ബാക്കിൽ നേരെ ഇരിക്കുന്നത് ഫദലാണ്. ഒട്ടകപ്പുറത്ത് ഇരുത്തിയിട്ട് ഫദലിനായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കല്ല് പെറുക്കണത്, ഫദലിനോട് കല്ല് പെറുക്കുന്നത്, ചെറിയ കല്ലൊക്കെ പെറുക്കാൻ പറഞ്ഞ് അങ്ങനെ ഫദൽ കല്ല് പെറുക്കി വരും. അപ്പോൾ പിന്നെ റസൂലുള്ള ഫദലിനായിട്ട് ഇങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോൾ ഇടവും വലം ബോയിനുകൾ പോകാനെന്നാണ്. ബോയിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടകപ്പുറത്ത് സ്ത്രീകൾ അല്ലേ. അപ്പോൾ ഫദല് കുറേ ഇങ്ങനെ നോക്കുക. അപ്പോൾ റസൂലുള്ളാഹിയുടെ കയ്യ് ഫദലിൻ്റെ മുഖത്ത് വെക്കുക. അപ്പോൾ ഈ ഭാഗത്ത് നോക്കുക. അപ്പോൾ ഫദൽ പിന്നെ ഇങ്ങോട്ട് നോക്കുക. അപ്പോൾ ഇവിടെ കൈ വെക്കുന്നതാണ്. മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പൊത്തി അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഫദലിനെ. അപ്പോഴാണ് ഒരു ഹസാം ഗോത്രക്കാരി ഒരു പെണ്ണ് മസാല കഴിക്കാൻ വേണ്ടി വരുന്നത്. ഒരു സ്ത്രീ ശാബത്താണ്, യുവതിയാണ്. അവരുടെ വാപ്പ വൃദ്ധനാണ്, വാഹനപ്പുറത്തിരിക്കാൻ അദ്ദേഹത്തിന് കരുത്തില്ല, കെൽപ്പില്ല, വയ്യ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യട്ടെ ചോദിക്കാനാണ് വരുന്നത്, മസാല കഴിക്കാൻ വേണ്ടി. അപ്പോൾ റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ടാണ് ചോദിക്കണത്. അപ്പോൾ ഫദൽ ഇങ്ങനെ അതിനെ നോക്കി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഫദലിൻ്റെ തല പിടിച്ച് തിരിച്ച്, അത് കണ്ണ് വെച്ചത് കൈ വെച്ചത് പോലെയല്ല. അതുവരെ കൈ ഇങ്ങനെ പൊത്തി, കൈ കൊണ്ട് മുഖം പൊത്തി, ഇത് തല തിരിച്ച്. അത് അബ്ബാസിന് ഒരു ഷോക്കായി റളിയല്ലാഹു തആല. അപ്പോൾ ഈ വെള്ളം കൊടുക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് റസൂൽ അബ്ബാസിനോട് പറഞ്ഞതാണ്, റസൂൽ എന്തിനാണ് നിങ്ങൾ ഫദലിൻ്റെ തല അങ്ങനെ പിടിച്ച് തിരിച്ചതെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗുലാമുൻ ഹസൻ ജമീലുൻ വ ഷാബത്തും ജമീല ഔക്കമക്കർ. സുന്ദരനായൊരു യുവാവ്, പിന്നെ ഒരു സുന്ദരിയായ യുവതി. അതുകൊണ്ട് ഞാൻ അവരുടെ വിഷയത്തിൽ ശൈത്താനെ ഭയന്നു, അതുകൊണ്ടാണ് തല പിടിച്ച് തിരിച്ചതെന്ന് പറഞ്ഞാണ് നസ്ലാസ് തങ്ങൾ. അലാക്കുല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് പിന്നെ അവിടുന്ന് ഇത് ശിക്കായത്തിൻ്റെ അടുത്ത് നിന്ന് സംസം കുടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത് അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മക്കളാണ്. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മക്കളാണ് അവിടെ വെള്ളം കൊടുക്കുന്നത് ഹാജിമാർക്ക്. കുറേ ഹാജിമാരല്ലേ, ഭയങ്കര ശകലാത്താണ്, അവർ നല്ല ജോലി ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഇൻസഉ യാ ബനിൽ അബ്ബാസ്, അബ്ബാസിൻ്റെ മക്കളെ നിങ്ങൾ ഹാജിമാർക്ക് വെള്ളം കോരി കൊടുക്കുകയും ജനങ്ങൾ നിങ്ങളോട് ഇവിടെ വന്ന് തർക്കിക്കുകയില്ല എന്ന് ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വെള്ളം കോരുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, അത് അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിലുള്ളതാണ്. ജനങ്ങൾ റസൂലുള്ളാഹി കോരി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി, അത് പിന്നെ സുന്നത്തായി, എല്ലാവർക്കും വേണം, ഞങ്ങൾക്കൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരും. അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഈ സംസം കോരി കൊടുക്കാൻ വരുമായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അവിടെ സിക്കായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസം കൊടുക്കുന്ന ആ സ്ഥലത്തിന് സിക്കായത്ത് എന്ന് പറയും. അതേപോലെ തന്നെ ആ തസ്തിക, ആ വകുപ്പ്, അത് ആണ് പിന്നെ നിസ്വാസൽ മതങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്ക് ഉള്ളതാണ് ഈ സിക്കായത്ത്. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്കുള്ള ചുമതലയാണ്. അത് ജാഹിലിയത്തിലെ ഒരു പ്രധാന ഒരു വകുപ്പായിരുന്നു. നിസ്വാസൽ മതങ്ങളുടെ ഉദയം ചെയ്യുന്ന കാലത്ത് പിന്നെ പ്രധാന വകുപ്പായിരുന്നു. നമ്മൾ അവിടെ സൂറത്ത് സബയിൻ്റെ വിഷയം എടുത്തപ്പോൾ ഒരു ഹദീസ് പറഞ്ഞില്ലേ, സംഭവം ഇമാം ബൈഹഖി ദലായിലുൻ നുബവയിൽ നിവേദനം ചെയ്യുന്ന സംഭവം. അതിൽ അൽ മുഗീറ ഇബ്നു ശുഅബ അസ്സഖഫി, അദ്ദേഹം തായിഫുകാരനാണ്, മുഗീറത്ത് ഇബ്നു ശുഅബ ബനു സഖീഫ് ഗോത്രക്കാരൻ. അദ്ദേഹം പറയുന്നത്, ആദ്യമായി ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നത്, മുഗീറ പറയാണ്, മുഗീറ ഇസ്ലാം സ്വീകരിച്ചില്ല, അബൂജഹലിനോടൊപ്പം ഞാൻ മക്കയിൽ നടക്കുകയാണ്. കുന്തു അംഷി മാ അബീ ജഹൽ ഫി അസിഖത്തി മക്ക, മക്കയുടെ മലഞ്ചെരുവിലൂടെ വഴികളിലൂടെ ഞാൻ അബൂജഹലിനോടൊപ്പം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിയിൽ കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിനെ കണ്ടപ്പോൾ അബൂജഹലിനെ വിളിച്ചിട്ട്, യാ അബൽ ഹക്കം ഹലുമ്മ ഇലല്ലാഹി വ റസൂലി അദൂക ഇലല്ലാഹ്. അങ്ങനെ അപ്പോൾ അബുൽ ഹക്കം എന്ന് അറിയണേ അബൂജഹലിനാണ്. അബൂജഹൽ അബുൽ ഹക്കമായിരുന്നു. അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ എന്താ, നല്ല യുക്തിയും ബുദ്ധിയും ബോധമുള്ള ആളെന്നാണ്. പക്ഷേ ഇസ്ലാം വന്നിട്ടും ഇങ്ങനെ ജഹലിൻ്റെ പ്രവൃത്തി നടത്തിയത് കാരണത്താലാണ് പിന്നെ അബുൽ ഹക്കം അബൂജഹലായി മാറിയത്. ഏതായാലും റസൂലുള്ളാഹി അബുൽ ഹക്കമിനെ കണ്ടപ്പോൾ, അബൂജഹലിനെ കണ്ടപ്പോൾ, ഹലുമ്മ ഇലല്ലാഹി വ റസൂലി, അള്ളാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ, അദൂക ഇലല്ലാഹ്, ഞാൻ നിന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം മുഗീറയുണ്ട്, അബൂജഹലും ഉണ്ട്, ഒരു രണ്ടാളും കൂട്ടുകാരായിട്ട് വരികയാണ്. പക്ഷേ റസൂലുള്ളാഹി ഇത് പറഞ്ഞപ്പോൾ അബൂജഹൽ, യാ മുഹമ്മദ് ഹൽ അൻത മുൻതഹിം മിൻ
സബ്ബി ആലിഹത്തിന. മുഹമ്മദ്, ഞങ്ങളുടെ ആരാധ്യന്മാരെ ദൂഷ്യം പറയുന്നതിൽ നീ വിരമിക്കൂലേ? എന്നിട്ട് പറയാണ്, താങ്കൾ എത്തിച്ചു തന്നു എന്നുള്ളത് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇത് നിർത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട് ശാസ്ത്രം മതങ്ങളുടെ അബൂജഹൽ. എന്നിട്ട് പറയുന്നുണ്ട്, വല്ലാഹി ലൗ അലിംതു അന്നമ തഖൂലുഹുൽ ഹഖ് മത്തബഅതു. അബൂജഹൽ പറയണേ, നീ പറയുന്നത് സത്യമാണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടാലും ഞാൻ സമ്മതിക്കൂല, ഞാൻ നിന്നെ പിൻപറ്റൂല എന്ന് പറയണം അബൂജഹൽ. ഇത് പറഞ്ഞിട്ട് അബൂജഹൽ ഒരൊറ്റ തിരിഞ്ഞു പോക്കാണ്, ആരെയും കൂട്ടിയിട്ട്, മുഗീറയെയും കൂട്ടിയിട്ട്. എന്നിട്ട് മുഗീറത്ത് ബിൻ ശുഅബയോട് അബൂജഹൽ പറയാണ്, വല്ലാഹി ഇന്നി ലഅലം അന്നമാ യഖൂലുഹു വൽ ഹഖ്. എന്താ മുഗീറിനോട് പറഞ്ഞത്? മുഹമ്മദ് പറയുന്നത് സത്യമാണെന്നുള്ളത് അള്ളാഹുവാണ് സത്യം, എനിക്കറിയാം. അബൂജഹൽ പറയാം. പിന്നെന്താ പ്രശ്നം? അതാണ് പിന്നെന്താ പ്രശ്നം. മുഗീറ അന്തം വിടുകയാണ്. പിന്നെന്താ പ്രശ്നം? ആ പറയാണ്, എന്താ പ്രശ്നം എന്നോ, ബനു ഖുസൈയാണ് പ്രശ്നം. ബനു ഖുസൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. അത് പിന്നെ ബനു അബ്ദുൽ മുത്തലിബ്, ബനു ഹാഷിം, ബനു അബ്ദു മനാഫ്, ബനു ഖുസൈ റസൂലുള്ളാഹിൻ്റെ വലിയപ്പന്മാരിലേക്ക് ചേർത്തിട്ടാണ്. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ. അപ്പോൾ ഇവരിലേക്കൊക്കെ ഇവരുടെയൊക്കെ മക്കൾ ബനു ഖുസൈ, ബനു ഹാഷിം, ബനു അബ്ദുൽ മുത്തലിബ്, ഇങ്ങനെയല്ലേ. ബനു ഖുസൈയാണ് പ്രശ്നം. ബനു ഖുസൈ ഞങ്ങളോട് പറഞ്ഞു. ബനു ഖുസൈ ഇത് അബൂജഹലിൻ്റെ കുടുംബാര ബനു മഖ്സൂമാണ്, ബനു മഖ്സൂം. അപ്പോൾ ബനു മഖ്സൂമിനോട് ബനു ഖുസൈ പറയാണ്, ഫീനൽ ഹിജാബ, ഞങ്ങളിലാണ് ഹിജാബത്ത്. ഹിജാബത്ത് എന്ന് എന്താ? കാബയുടെ പരിപാലനം. വഫീനൻ നദ്വ, നദ്വത്ത് ഞങ്ങളിലാണ്. നദ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറുൻ നദ്വ, അത് ഞങ്ങൾക്കാണ്, ബനു ഖുസൈനാണ്. വഫീനൽ ലിവ, ഞങ്ങളിലാണ് ലിവ. ലിവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിൽ നേതൃത്വവും പതാക വഹിക്കലും ഞങ്ങളാണ്. ഇതൊക്കെ ഖുറൈശികളിൽ വലിയ സ്ഥാനമല്ലേ, ഞങ്ങളിലാണ്. പിന്നെ പറയുന്നത് വഫീന സിഖായ, ഞങ്ങൾക്കാണ് സിഖായത്തും. സിഖായത്ത് എന്ന് പറഞ്ഞാൽ ഹാജിമാരുടെ സൽക്കാരവും അവരെ സഹായിക്കലും, അത് ഞങ്ങൾ, ആ ചുമതല ഞങ്ങൾക്കാണ്. അപ്പോൾ ബനു ഖുസൈ പറയാണ്, ഞങ്ങൾക്കാണ് ഹിജാബത്ത്, ഞങ്ങൾക്കാണ് നദ്വത്ത്, ഞങ്ങൾക്കാണ് ലിവാഹ്, ഞങ്ങൾക്കാണ് സിഖായത്ത് അല്ലേ. അപ്പോൾ കുൽനാനാം, ഞങ്ങൾ ബനു മഖ്സൂം ഗോത്രം പറഞ്ഞു ബനു ഖുസൈനോട്, ഓക്കെ അതൊക്കെ നിൽക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു. സമ്മതിക്കാനുള്ള നിർവാഹമല്ല, കാരണം അന്നത്തെ ആ രാഷ്ട്രീയ സാഹചര്യം മക്കയിൽ അതാണ്. അതൊക്കെ നബി കുടുംബത്തിനുള്ളതാണ്, ബനു ഖുസൈനുള്ള. അബൂജഹൽ പറയാണ്, സുമ്മ അതാമു ഫഅതാംന, ഇതൊക്കെ ഓൽക്കുണ്ട്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവർ ആളുകളെ തീറ്റിപ്പോറ്റി, ആളുകൾക്ക് സഹായമായിട്ട് തീറ്റ കൊടുത്തു. ഫഅതാംന, ഞങ്ങളും പിന്നോട്ട് നിന്നില്ല, ഞങ്ങളും തിന്നാൻ കൊടുത്തു ആളുകൾക്ക്. ആര് പറയാം? അബൂജഹൽ പറയണം. അവർ ബനു ഖുസൈ കൊടുത്തപ്പോൾ ഞങ്ങളും ആളുകൾക്ക് നന്നായി ഭക്ഷണം കൊടുത്തു. ഹത്ത ഇദാ തഹാക്കത്തി റുക്കബ്, ഞങ്ങൾ രണ്ട് കുടുംബങ്ങൾ ബനു ഖുസൈയും ബനു മഖ്സൂമും മത്സരിക്കുകയായിരുന്നു. മത്സരിച്ചിട്ട് തഹാക്കത്തി റുക്കബ് എന്നാണ്, മുട്ടോട് അരച്ചിട്ട്, എന്നാൽ ഒപ്പത്തിനൊപ്പാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ സാധുക്കൾക്ക് ഈ ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നത്, ബനു ഖുസൈയും ബനു മഖ്സൂമും. അങ്ങനെ മുട്ടോട് ഒരുങ്ങുന്ന സമയത്ത് ഓല് പറയാണ്, ഫീന നബി, ഞങ്ങളിൽ ഇതാ ഒരു നബി വന്നിരിക്കുന്നു. വല്ലാഹി മാഫൽ, അതാണ് വല്ലാഹി മാഫൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ നബിയെ ഒരിക്കലും അഗ്രി ചെയ്യൂല, സമ്മതിക്കണ പ്രശ്നമല്ല. കാരണം എന്താ? ഞങ്ങൾക്ക് ഇനി എന്താ അങ്ങനെ പറയുന്ന നബിയെ ഞങ്ങളിൽ വരിക? അതുകൊണ്ട് തന്നെ അതൊരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ മുഗീറ ഇബ്നു ശുഅബ, അതാണ് നമ്മുടെ വിഷയം. മുഗീറത്ത് ഇബ്നു ശുഅബ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കണ്ട് പരിചയപ്പെടുന്ന ഇത് ഈ രംഗം പറയാം, മനസ്സിലായോ? പിന്നെയാണ് മുഗീറയിൽ പിന്നെ അപ്പം മാറ്റം ഉണ്ടായില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം മുഗീറയിൽ ഇത് വലിയൊരു മാറ്റം സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഈ സിഖായത്ത്, വഫീന സിഖായ, സിഖായ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഹാജിമാർക്കുള്ള ഈ ജലസേവനം അത് പ്രത്യേക രീതിയിലായിരുന്നു അവർ കൊണ്ടുനടത്തിയിരുന്നത്. അതൊരു മക്കയിലെ ഒരു വലിയ വകുപ്പായിരുന്നു, ചുമതല. അത് ഇവർക്കായിരുന്നു, നബി കുടുംബത്തിനായിരുന്നു. നബി കുടുംബത്തിൽ തന്നെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ഈ പിന്നെ മൂന്നർത്ഥത്തിൽ സിഖായത്ത് പ്രയോഗിക്കും. ഒന്ന്, ഈ ജലം നൽകുന്ന സ്ഥലം. രണ്ട്, ആ ജലം നൽകൽ. മൂന്ന്, ജലം നൽകുന്ന എന്താ പാത്രം. അതാണ് ഇവിടെ ജലം നൽകുന്ന പാത്രം, പിന്നെ സേവിക്കുന്ന പാത്രം. അതാണ് ഇവിടെ ജഅല സിഖായത ഫി റഹ്ലി അഖീഹി. സിഖായത്തിന് എന്ന് പറഞ്ഞാൽ ഈ പാനപാത്രം, അതിനെയാക്കി ഫി റഹ്ലി അഖീഹി, സഹോദരൻ്റെ റഹ്ലിൽ നിന്നാണ്, യാത്രാ സാമഗ്രികളിൽ. പക്ഷേ ഈ സിഖായത്തിനെയാണ് ഇവിടെ സുവാ അൽ മലിക് എന്ന് പറഞ്ഞത്. ഇവിടെ സുവാഉൽ മലിക് എന്ന് പറഞ്ഞാൽ എന്താ? സുവാ എന്നുണ്ടെങ്കിൽ അത് സാവ് എന്നതിനാണ് പറയുക. ഇത് ഈ സാവ്, ഇതിനെ സാ എന്ന് പറയാം. സായ അളവ് പാത്രമാണ്. എത്ര അളവ്?
സാ എത്ര? ഒരു മുദ്ദ് മുദ്ദ് മുദ്ദുമുണ്ട്, സാവുമുണ്ട്, ഫറക്കുമുണ്ട്. മനസ്സിലല്ലേ? മുദ്ദിലാണ് ഒന്നു ചെയ്തിരുന്നത്, സാവ് കൊണ്ടാണ് കുളിച്ചിരുന്നത്, അല്ല ഫറക്ക് കൊണ്ടാണ് രണ്ടാൾ കുളിച്ചിരുന്നത്. ആര് രണ്ടാൾ കുളിച്ചിരുന്നത്? ഏ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭാര്യയും പിന്നെ പിന്നെ ഈ ജനാബത്ത് കുളി കുളിച്ചിരുന്നത് ഫറക്ക് കൊണ്ടാണ്. രണ്ടാളും അത്ര വെള്ളം കൊണ്ടാണ് കുളിച്ചിരുന്നത്. സാവ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം കുളിച്ചിരുന്ന അളവ് കൊണ്ട്, അത്ര അളവ്. സാഴ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 4 മുദ്ദ്, ഒരു ഒത്ത പുരുഷൻ്റെ 2 ഉണ്ടല്ലോ കെഫുകൾ ചേർത്തുള്ള കോരൽ. ഈ 4 കോരലാണെന്ത്? ഒരു സാഴ്. സാഴിന് സുവാഴ് എന്ന് പറയും, സിവാഴ് എന്ന് പറയും. പല ലുഗൻ്റെ ഭാഷ ഉണ്ട്. സാഴ് എന്ന അർത്ഥത്തിൽ സുവാ ഉണ്ട്. രാജാവിൻ്റെ സുവാഴ് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അളവ് പാത്രം അല്ലേ? അതാണ് ആ അളവ് പാത്രത്തിൽ എത്ര കൊള്ളും, അതാണ് ഒരു സാഴ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വിഷയം, രാജാവ് കുടിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ അന്ന് അളന്നിരുന്നത്. രാജാവിൻ്റെ അളവ് പാത്രമാണത് സുവാഴ് അല്ലേ അങ്ങനെ പറയുന്നത്. അതാണ് ഈ സിക്കായത്ത്. മാത്രമല്ല ഇത് സ്വർണ്ണത്താലായിരുന്നു എന്നാണ്. ചിലരൊന്ന് വെള്ളിയാലാണ്, ചില വെള്ളി, അതിന് സ്വർണ്ണാങ്കിതമായ വെള്ളി എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു വിഷയം, സിക്കായത്ത് പാനപാത്രമാണ്, സുവാഴ് അളവ് പാത്രമാണ്. അപ്പോൾ ഈജിപ്തിൽ രാജാവിൻ്റെ അളവ് പാത്രം അതായിരുന്നോ രാജാവിൻ്റെ പാനപാത്രം? അങ്ങനെ ഉണ്ടാവുമോ? പാനപാത്രം അളക്കാൻ കൊടുക്കുമോ? ഒരു രാജകൊട്ടാരത്തിൽ പാനപാത്രം വേണോ അളക്കാൻ? അതാണ് അതൊരു വിഷയം. പല മുഫസ്സിരീങ്ങളും പറഞ്ഞത് രാജാവ് കുടിച്ചിരുന്നത് ഏത് പാത്രമാണോ അതേ ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അളന്നു കൊടുത്തിരുന്നത്. കാരണം അന്ന് ഭക്ഷ്യക്ഷാമമാണ്, ഭക്ഷ്യക്ഷാമം ഉള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവസ്തുക്കൾ എന്താണ് അവിടെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഉള്ള അളവിന് വേണ്ടിയിട്ട് എന്തായിരുന്നു പിന്നെ ഇതാണ് ഉപയോഗിച്ചിരുന്നതാണ്. രാജാവ് പിടിച്ച് അതിനടുത്ത് കൊണ്ടിട്ട് വേറെ അളന്നല്ല, കൊട്ടാരത്തിലല്ലേ വേറെ പാത്രങ്ങൾ ഉണ്ടാകാം, പക്ഷേ അളക്കാൻ വേണ്ടിയിട്ട് അളന്ന് നൽകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ സിഖായത്തിനെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ, ഇമാം മുജാഹിദ്, ദഹാഖ് ഇബ്നു മുസാഹിം, ഇബ്നു സെയ്ദ് ഇവരൊക്കെ ആ അർത്ഥത്തിലാണ് ഇത് പറഞ്ഞത്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഈ ഒരു വിഷയമുണ്ട്. ഏത് ഇപ്പോൾ ഞാൻ പറഞ്ഞ വിഷയമുണ്ടല്ലോ, രാജാവിൻ്റെ പാനപാത്രം അളക്കാൻ ഉപയോഗിക്കുക എന്നുള്ളത്, ആ ഒരു ഇഷ്കാലിൻ്റെ. അതുകൊണ്ട് തന്നെ ഇത് ഇത് പാനപാത്രമാണ്, പക്ഷേ അതിന് പേരെന്തായിരുന്നു? അതിൻ്റെ പേരാണെന്ത്? സുവാഉൽ മലിക്. സിക്കായത്ത് എന്നുള്ളത് എന്താണ്? പാനപാത്രം തന്നെയാണ്, പക്ഷേ അതിൻ്റെ പേരാണെന്ത്? സുവാഉൽ മലിക്. അന്നത്തെ പാനപാത്രങ്ങളുടെ പ്രത്യേകത അതിലുണ്ടല്ലോ, ഈ ഒരു പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഒരു നിർണിത അളവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം മുദ്ദിൻ്റെ അളവിൽ പാനപാത്രം, സാറിൻ്റെ അളവിൽ പാനപാത്രം. അതുകൊണ്ടാണ് ഇതിന് സുവാഉൽ മലിക് എന്ന് പറഞ്ഞത്, അല്ലാതെ ഇത് അളക്കണ പാത്രം ആയതുകൊണ്ടല്ല. പിന്നെയോ രാജാവ് പാനം ചെയ്യുന്ന പാത്രം അതിൻ്റെ വലിപ്പം എത്രയാണ്? ഈ സായിൻ്റെ വലിപ്പമാണ്. അതുകൊണ്ടാണ് അതിനെ സുവാഴ് എന്ന് പറഞ്ഞത്, സാഴ് എന്ന് പറഞ്ഞത്. എന്തായാലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജഅല സിഖായ, ഈ സിഖായത്തിനെ ആക്കി ഫി റഹ്ലി അഖീഹി, തൻ്റെ സഹോദരൻ ബിനിയാമീൻ്റെ റഹ്ലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രാ സാമഗ്രികളിൽ, ഭാണ്ഡത്തിൽ. സുമ്മ പിന്നീട് അതിൽ പിന്നെ അദ്ദന മുഅദ്ദിനുൻ, അദ്ദന എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദന എന്ന് പറഞ്ഞാൽ ആലമ എന്ന് പറഞ്ഞാൽ വിളംബരം നടത്തി. ആലമ വിളംബരം നടത്തി. അദ്ദന മുഅദ്ദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു. അത് ഉറക്കനെ വിളിച്ചു പറയുന്നു. അപ്പോഴാണ് എന്ത്? അദ്ദന എന്ന് പറയാം. ബാങ്ക് കൊടുക്കുന്ന ആളും എല്ലാം ബാങ്ക് കൊടുക്കാൻ പാടില്ല. ബാങ്ക് കൊടുക്കുന്ന ആൾ ഉറക്കനെ ബാങ്ക് കൊടുക്കണം. കാരണം അദ്ദന എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് വിളിച്ചു എന്ന് അർത്ഥമുണ്ട്. ബാങ്ക് വിളിച്ചു എന്ന് പറയാൻ കാരണം അദാൻ്റെ പ്രത്യേകത എന്താണ്? അദാൻ ഇഖാമത്തിനൊക്കെ അപേക്ഷിച്ചിട്ട് ഉറക്കെയാണോ? ഉറക്കെയാകണം. ഏതായാലും അദ്ദന മുഅദ്ദിനുൻ, ഈ ഇതിന് വരും വേറെ ഒക്കെ. എന്താ വിളിച്ചു പറഞ്ഞത്? അയ്യതുഹൽ ഉയർ. എന്താ അയ്യതുഹൽ ഉയർ? അല്ലയോ ഉയർ. എന്താ ഉയർ? എന്തിനാണ്? ഈർ എന്ന് പറയും ജിമാൽ. ജിമാൽ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ. ആ ഒട്ടകങ്ങളുടെ കൂടെയുള്ള റിജാൽ. എന്താ റിജാൽ? ആളുകൾ അല്ലേ? പിന്നെ അതിൻ്റെ കൂടെയുള്ള എന്താണോ ഒട്ടകപ്പുറത്ത് വഹിക്കുന്നത് ആ ചരക്കുകൾക്ക് അതിനും ഇത് 3 ഉൾപ്പെടെയാണ് ഒയർ.
ഈർന്ന് കഴുതകൾക്ക് പറയും അക്രമക്കമുള്ള ഈർ ഈർ എന്ന് ജിമാൽ ഒട്ടകങ്ങൾക്ക് പറയും. ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളെ നയിക്കുന്ന ആളുകളും ആ ഒട്ടകപ്പുറത്തുള്ള സാമഗ്രികളും ഇതൊക്കെ പാടെ കൂടിയതാണെന്ത് ഈർ. ഒട്ടകങ്ങൾക്ക് മാത്രമായിട്ടും പറയും. ഞാനൊരു വരി ഇവിടെ എഴുതാം. മിൻ ഹുസ്നിന ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി. ഇതവിടെ കേട്ടണ മിൻ ഹുസ്നിന ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി കേട്ടില്ല? ആരും കേട്ടില്ലത്? ഒരു പറയും എവിടെയാണ് പറയും. മൗലിദ് കിതാബിലാണുള്ളത്. ഏത് മൗലിദിലതുള്ളത്? മങ്കൂസ് മൗലിദിലാണ് ഇതുള്ളത്. മങ്കൂസ് മൗലിദിൽ അയാസനമൽ ഈദില്ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക കുല്ലന വമിൻ ഹുസ്നിന ഖദ് ദറത്തിൽ ഈറു ബിസ്സുഹബി എന്നാണ്. വമിൻ ഹുസ്നിന. നമ്മൾ പണ്ട് കാലത്ത് ഇതിങ്ങനെ പാടി പോയത് കാരണത്താൽ ഇത് പെട്ടെന്ന് മുഖിലേക്ക് വരില്ല. ഇപ്പോൾ ഓർത്തെടുത്താൽ മറന്നതിൻ്റെ ഭാഗ്യമായി. അൽഹംദുലില്ലാ. ഈ മങ്കൂസ് മൗലിദില്ലേ, മങ്കൂസ് മൗലിദ് ആരുണ്ടാക്കിയ മങ്കൂസ് മൗലിദ്? മങ്കൂസ് മൗലിദ് മഖ്ദൂം സൈനുദ്ദീൻ അഹ്മദ് ബിൻ അലി അൽ മഅബരി അഷ്ശാഫിഈ അൽ മഖ്ദൂം. സൈനുദ്ദീൻ അൽ മഖ്ദൂം. അതിൻ്റെ പേര് അഹ്മദ് ബിൻ അലി അൽ മഅബരി. യമനിയാണ് അസിൽ. 871 സൈനുദ്ദീൻ മഖ്ദൂം മരിക്കുന്നത്. മഖ്ദൂമികൾ കുറേ ഉണ്ട്. അതിൽ അഹ്മദ് ബിൻ അലി സൈനുദ്ദീൻ അൽ മഖ്ദൂമിയാണ് ഈ മങ്കൂസ് മൗലിദിൻ്റെ ഓദർ. പക്ഷെ ഇത് മങ്കൂസ് മൗലിദ് ഷോർട്ടാണ്, ചെറുതല്ല. ഇപ്പോൾ അത് അബൂ ഹാമിദുൽ ഗസാലിയുടെ സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഷോർട്ടാണ്. അതിനെ ചെറുതാക്കിയതാണ്. അതുകൊണ്ടാണ് മങ്കൂസ് എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. അല്ലാഹു അലം മങ്കൂസ് എങ്ങനെയാണ് പേര് ചുരുക്കി എഴുതിയതുകൊണ്ട് മങ്കൂസ് എന്ന് പറയുന്നു എന്നാണ്. അല്ലാഹു അലം. ഏതായാലും ഈ മങ്കൂസ് മൗലിദ് ഇത് ഭയങ്കര, ഞാനിത് എഴുതാൻ കാരണത്തിൽ ഇത് വലിയ ഗൗരവപ്പെട്ട വിഷയമാണത്. അതെന്താണെന്ന് വെച്ചാൽ ഈ മങ്കൂസ് മൗലിദ് എങ്ങനെ തുടങ്ങുന്നത്? എവിടുന്നാണ് തുടങ്ങുന്നത്? ഇത് വരില്ലേ? അൻത തത്ലഉ ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അഹ്സനു മിൻക യാ സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമു മിസ്ലു ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞിട്ടാണ് മൗലിദ്. ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസലിൻ വഅദദ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം അഷ്ഫഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖൻ വാഹിൻ ലനാ ضاع സയ്യിദി ഖൈറൻ നബി അല്ല. ഇത് കവിതയാണ്, ഇത് നബുമാണ് ഈ പറഞ്ഞത് മങ്കൂസ് മൗലിദിൻ്റെ തുടക്കം. അതിന് മുമ്പൊരു നസറുണ്ട്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ നീട്ടി ഓതിയിട്ട് പിന്നെ സുബ്ഹാനല്ലദീ അത്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങില്ല. അങ്ങനെ ഒരു പ്രസംഗമാണ്, ഒരു നസർ ഗദ്യം. ആ ഗദ്യത്തിനപ്പുറം പിന്നെ ഈ പറഞ്ഞ പദ്യം, പിന്നെ ഒരു ഗദ്യം. ആ ഗദ്യം കഴിഞ്ഞിട്ട് പിന്നെ ഇത് മങ്കൂസ് മൗലിദിൻ്റെ തുടർച്ചയാണ്. ഇതൊരു മഹാ ഇഷ്കാലാണ്, വിഷയമാണ്. എന്താ പ്രശ്നം? ഇത് വിഗ്രഹങ്ങളോടുള്ള തേട്ടാണ് ശരിക്കും ഇതിൽ. വിഗ്രഹങ്ങളോടുള്ള തേട്ടാണ്. വയാസനമൽ ഈദില്ലദീ സഫ ഹൗലഹു. പിന്നെ വിഗ്രഹങ്ങൾ വിളിക്കുകയാണ്. യാ സനമൽ ഈദ്, ആഘോഷ ദിവസത്തിലെ വിഗ്രഹങ്ങളെ. അല്ലദീ സഫ ഹൗലഹു, ഈ വിഗ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചുറ്റും അണിനിരന്നിട്ടുണ്ട്. ആര്? സനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുർബി. ദൂരത്തു നിന്ന് വന്നവരും അടുത്തു നിന്ന് വന്നവരുമായിട്ടുള്ള നേതാക്കന്മാർ, ആളുകൾ വിഗ്രഹങ്ങളുടെ ചുറ്റും അണിനിരന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ എന്ന് വിളിച്ചിട്ട് പറയാണ് എന്താ? തനക്കസ്ത മഖ്ലൂബൻ, നീ തലകുത്തി മറിഞ്ഞിരിക്കുന്നു. ഫമാദാ കകുല്ലന, എന്തുകൊണ്ടാണ് നീ തലകുത്തി മറിഞ്ഞത്? അത് ഞങ്ങളോട് പറയുമോ? വമിൻ ഹുസിനിന, കാരണം ഞങ്ങളുടെ ദുഃഖം കാരണത്താൽ കത് ദറത്തിൽ ഈറു ബിസ്സുഹബി എന്നാണ്. ഈ ഈർ ഇതാണ് നമ്മുടെ ഇവിടെ വന്ന പ്രയോഗം. കദ്ദറത്തിൽ ഈറു ബിസ്സുഹബി എന്നൊരു പ്രയോഗമാണ്. ഇവരെ നന്നായിട്ട് ദുഃഖിച്ച് കരഞ്ഞു എന്നുള്ളതാണ്. ദുഃഖിച്ചു കരഞ്ഞു എന്നുള്ളതാണ് അവിടെ അറിയിക്കുന്നത്.
കാർമേഘങ്ങൾ കൊണ്ട് ഈർ ഒട്ടകങ്ങൾ ദർറത്ത് എന്ന് പറഞ്ഞാൽ പാൽ ചുരത്തി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഉദ്ദേശം എന്താണ്? ദുഃഖം കാരണത്താൽ ഇവർ കരഞ്ഞൊരു വിഷയമാണ് അത് അവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതാണുള്ള വിഷയം, മൗലിദാണുള്ള വിഷയം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണു എന്നാണ്. അപ്പം മക്കത്തും അന്ന് വിഗ്രഹങ്ങളല്ലേ, കഅബത്തിന് പുറത്തും അകത്തൊക്കെ ഇത്ര വിഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്ന് പറയുന്ന ഒരു മുശ്രിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അന്ന് ഉണ്ടല്ലോ ഈ വിഗ്രഹങ്ങളെടുത്തും ഉണ്ടല്ലോ വിഗ്രഹങ്ങൾ എങ്ങനെ നേർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തലകുത്തി മറിയുന്നതാണ്. അപ്പോൾ ഇവരുടെ ഒരു ആഘോഷ ദിവസമാണ്, ഖുറൈശികളുടെ ഒരു ആഘോഷ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന ദിവസം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇതിന് നേരെ നിർത്തിയിട്ടുണ്ടെങ്കിലും വിഗ്രഹം തലകുത്തി വീഴുകയാണ്. അപ്പോൾ ഈ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് ഈ വിഗ്രഹങ്ങൾ നോക്കിയിട്ട് പറയാണ്, യാസന മൽഊദി യാസന മൽഊദി ലദി സഫ ഹൗലഹു സനാദീദു മിൻ വഫ്തിൻ മിൻ ബഈദി വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ, നീ എന്താ തലകുത്തി മറിഞ്ഞത് വീണത്? മഖ്ലൂബായിട്ട് ഇല്ല, കമയിന്നാണ് വീണത്, തലകുത്തിയാണ് കിടക്കുന്നത്. അതെന്താന്ന് പറയാം? ഫക്കുല്ലന ഇപ്പം അതാ കക്കുല്ലന, ഇതെന്തുകൊണ്ടാണ് പറയൂ എന്ന് വിഗ്രഹത്തോട് ചോദിക്കുകയാണ്. വമിൻ ഹുസിന ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി, ഞങ്ങൾ വളരെ വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. അരി മുശ്രിക്കുകൾ ഞങ്ങളുടെ ദുഃഖം കാരണത്താൽ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി എന്നാണ്. ചിലർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ദുഃഖം കാരണത്താൽ കരഞ്ഞിട്ട് ഒട്ടകങ്ങൾ ഒലിച്ചു പോകുമാർ എന്തുണ്ട് കണ്ണീർച്ചാലുകൾ തീർന്നിട്ടുണ്ടെന്നാണ്. അത്രയും ഇവർ കണ്ടിട്ടുണ്ട്. ഇത് പറയുമ്പോഴാണ് സലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യത്തി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തിന് ചെല്ലണത്. ഓരോ ഇത് ചെല്ലുമ്പോഴും ഇത് ചെല്ലണ്ടേ? അപ്പോൾ ഈ മൗലിദ് ചെല്ലുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ വരി ചെല്ലുമ്പോൾ തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക കുല്ലന വമിൻ ഹുസിനിന ഖദ് ദർറത്തിൽ ഈറു ബിസ്സുഹബി എന്ന് പറയുമ്പോഴാണ് മറ്റേ ആൾ സലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യത്തി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി എന്ന് ജവാബ് ചെല്ലണത്. എന്നിട്ട് അതിന് ശേഷമുള്ള വരി അതിലേറെ കുറച്ചുകൂടി പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയോ? ഫൈൻ കുൻത മിൻ ദംബിൻ അതൈന ഫഇന്നന നബൂഉ ബി ഇഖ്റാറിൻ വനൽവി അനി ദംബി എന്നാണ്. ഫൈൻ കുൻത മിൻ ദംബിൻ അതൈന ഫഇന്നന, ഞങ്ങൾ ചെയ്ത വല്ല തെറ്റുകളും കാരണത്താലാണ് നീ തലകുത്തി മറിയുന്നത് എങ്കിൽ എന്താ ഫൈനന, അപ്പം എങ്കിൽ ഞങ്ങൾ നബു ഉബി ഇഖ്റാറിൻ വനൽവി അനി ദംബി എന്നാണ്. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ സമ്മതിക്കുകയാണ്, വിഗ്രഹമേ നിന്നോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പിന്മാറുകയാണ് എന്നാണ് പറയുന്നത്. വിഗ്രഹത്തെ വിളിച്ചിട്ട് ഇതാണ് ഈ കേഴുന്നതാണ് ഈ മങ്കൂസ് മൗലിദിൽ ഇതിലുള്ളത്. ഇത് അതോ ഒന്നാമത് ഷിർക്കിൻ്റെ തേത്താണ്, അത് മുശ്രിക്ക് തേടിയത്. പക്ഷേ അത് തേടിയിട്ട് എന്ത് ചെയ്യാണ് ഇവരെ ഇതിന് ജവാബ് പാടുകയാണ്. എന്ത്? ഫൈൻ കുൻത മിൻ ദംബിൻ അതൈന ഫഇന്നന നബൂഉ ബി ഇഖ്റാറിൻ വനൽവി അനി ദംബി. അപ്പോൾ സലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യത്തി എന്ന് ഇവർ ഇതിന് പാടുകയാണ്. അത് കുറച്ച് അങ്ങോട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഖുതുബ വരും, ഒരു നസർ വരും, കുറച്ച് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്ത്? ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഖ്താജൻ ഇല സുറുജി എന്നൊക്കെ പറയല്ലേ. അത് ഈ മങ്കൂസ് മൗലിൻ്റെ ബാക്കി പിന്നെ വരുന്നതാണ്. ആദ്യം നമ്മൾ പറഞ്ഞ അത് ഇർത്തക്കത്തൊക്കെ ഉള്ള ആ ഭാഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വിഗ്രഹത്തിനോടുള്ള ഈ തേട്ടവും ഈ കരച്ചിലും പിന്നെയാണ് പറ്റൊരു ഇത്ര വലിയ പരാജയമാണല്ലേ. ഒരു മനുഷ്യന്മാരിത് ആലോചിക്കണില്ല. മങ്കൂസ് മൗലിദ് ഇത് ചെല്ലാതെ മങ്കൂസ് മൗലിദ് ആരും ചെല്ലൂല. പക്ഷേ ഇതെന്താണ് ഈ ചെല്ലണത് എന്നും ആ പേര് പോലും ഒരു കൃത്യമല്ല. ഈ മങ്കൂസ് മൗലിദ് എന്നുള്ളത് പേര് പോലും ഒരു കൃത്യമല്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം എഴുതാൻ സാധ്യതയില്ല, ആരോ എഴുതിക്കാണ്ട് തലയിലിട്ടാണ്. ഇപ്പം പിന്നെ ഈ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹം അല്ലാഹു അലം. പക്ഷേ ഇത് കൊണ്ടടക്കുന്ന ആളുകൾ വലിയ അപകടമാണ് ഈ ചെയ്യുന്നത്, സീബത്താണിത്. അലാ കുല്ലീൻ അവിടെ നമ്മളെ വിഷയം ഈ ഓയർ, ഞാനിത് നിങ്ങളെ മെമ്മറിയിൽ ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. നിങ്ങളാർത്തും ഇല്ലത്. അത് ഒന്നാമത് ഇങ്ങനത്തെ ഒന്നും കിട്ടൂല. കാരണം ഇതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു താളത്തിനെങ്ങനെ ചെല്ലിപ്പോണല്ലേ, അർത്ഥം അറിയില്ല. പിന്നെ ഒരു താളത്തിനെങ്ങനെ ചെല്ലുന്നതാണ്, എവിടെ നിർത്തുന്നിടത്ത് ഇറങ്ങിയപ്പോൾ എന്നല്ല ഈ മൗലായൊക്കെ ചെല്ലുന്ന ആളല്ലേ, മൗലായ സല്ലി വാസാ എന്നിട്ട് അവിടെ നിർക്കും. ലിംദാ ഈ മൻ ആബദ മൗലായ സല്ലി വസല്ലിം എന്നാണ്. മൗലായ സല്ലി വസല്ലിം അല്ലേ,
സലാത്ത് നിർവഹിക്കാനാണ് സല്ലീം. പക്ഷേ ഈ ചെല്ലുന്ന ആളുകൾ അങ്ങനെ മൗലായ സല്ലി വസാ അങ്ങനെ ലിംദായിമൻ മുറിക്കാൻ പാടില്ലാത്തടത്ത് മുറിച്ച് ഓരോ പരിപാടികളാണ്. നമുക്കൊക്കെ പിന്നെ നമ്മളൊക്കെ എത്രയോ അത് നിന്ന് മൈക്കിൽ കൂടി ചെല്ലിയ ആളുകളാണ്. പക്ഷേ ഇത് ഇപ്പോഴാണ് ഇതൊക്കെ ഇതാണെന്നുള്ള അറിയുന്നത്. അത് ഇത് പറയുന്നത് ഞാൻ എനിക്കാണെങ്കിൽ അത് ഇതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട് എത്ര അതൊക്കെ കണ്ട് എൻ്റെ 3 വരികളാണ് ഇപ്പം എൻ്റെ ഇതിലുള്ളത് കേട്ടോ. എനിക്കത് ഈ പണ്ടത്തെ കാലത്തേക്ക് കാണാതെ പഠിച്ചാണ്. അത് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ തെറ്റും. കാരണം അത് അന്ന് പഠിച്ച രീതിയിൽ അത് എഴുതാൻ ശരിയാവില്ല. ഇതന്നെ ഇപ്പം ഞാനിത് ഒന്ന് പിന്നെ ഇത് വന്നപ്പോൾ ഞാനങ്ങനെ ഓർത്തുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. അതിലുള്ള ഇതാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം വിഗ്രഹങ്ങൾ തലകുത്തി വീണു എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ചരിത്രം അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഒന്നും സഹിയായി സ്ഥിരപ്പെട്ടൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം വിഗ്രഹങ്ങൾ തലകുത്തി വീണു തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വിശുദ്ധ ഖുർആൻ്റെ നൂറുമായി നേരിട്ട് വന്നപ്പോൾ, നബിയായി റസൂലായി വന്നപ്പോൾ വിഗ്രഹങ്ങൾ നേരെ നിൽക്കുകയാണ്. വീയാണെങ്കിൽ അപ്പോഴാണ് വീഴേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ മക്കം ഫതഹായിട്ട് വിജയശ്രീലാളിതനായി വന്നപ്പോഴും വിഗ്രഹം വീണിട്ടില്ല. വിഗ്രഹം നിൽക്കുക തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെന്ത് ചെയ്യാണ്, തൻ്റെ വടി കൊണ്ട് തട്ടിയിട്ടപ്പോഴാണ് അത് വീണത്. അപ്പോൾ ഈ ജനിച്ച ദിവസം ഇതിങ്ങനെ വീണു, തലകുത്തി മറിഞ്ഞു എന്നൊക്കെ പറയണത് അതൊക്കെ ഒരു അതിശയോക്തി മാത്രമാണ്. ഏതായാലും പിന്നെ ആ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ രാത്രി അന്ന് ഇവരുടേതൊരു ഇതായിരുന്നു എന്നാണ്, അവിടെ ഒരു ആഘോഷമായിരുന്നു എന്നാണ്, ഈദായിരുന്നു എന്നാണ് മുശ്രിക്കുകൾക്ക്. പക്ഷെ ആ ഈദ് പിന്നെ മഹത്തമായി മാറിയതാണ്. മഹത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനുശോചന സംഗമത്തിനാണ് മഹത്തം എന്നറിയാം. ഇവരെ ആഘോഷിക്കാനാണ് കൂടിയത്. പക്ഷേ ഈ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ തലകുത്തി വീണ് അവരുടെ ആഘോഷം അത് അനുശോചനായി മാറിയെന്നാണ്. ഇതാ പിന്നെ നമ്മളിവിടെ എഴുതിയല്ലേ, അയാസനമൽ ഈദില്ലദീ സഫ ഹൗലഹു, അല്ലയോ വിഗ്രഹം സനമൽ ഈദ്, ആഘോഷ ദിവസത്തിൻ്റെ വിഗ്രഹമേ, അല്ലദീ സഫ ഹൗലഹു, ആ വിഗ്രഹത്തിന് ചുറ്റുമാണ് പിന്നെ അണിനിരന്നിട്ടുള്ളത് ആര്, സനാദീദു മിൻ വഫ്ദിൻ, യാത്രാ സംഘങ്ങളിലെ കുറേ നേതാക്കന്മാർ അല്ലെങ്കിൽ ഉന്നതർ, ബഈദിൻ വമിൻ ഖുർബി, ആ യാത്രാ സംഘം വിട്ടുന്നു വന്നവരുമുണ്ട് അടുത്തുനിന്നുള്ളവരുമുണ്ട്. തെനക്കസ്ത മക്ലൂബൻ, വിഗ്രഹത്തിനോട് പറയാണ്, വിഗ്രഹമേ നീ തെനക്കസ്ത മക്ലൂബൻ, നീ തലകുത്തി കമേന്ന് വീണിട്ടുണ്ട്. ഫമാദാഖ് കുല്ലന, അതെന്തുകൊണ്ടാണ് നീ തലകുത്തി വീണത്, മറിഞ്ഞു വീണത്, അത് ഞങ്ങളോട് പറയൂ. ഫമിൻ ഹുസിനിന, ഞങ്ങളുടെ ദുഃഖം കാരണത്താൽ ഖദ് ദർറത്തിൽ ഗൈറു ബിസ്സുഹബി എന്നാണ്. പിന്നെ സുഹബന കാർമേഘങ്ങളാണ്, അതുകൊണ്ട് ഗൈറ് പിന്നെ പാൽ ചുരത്തി എന്നാണ്. അതൊരു പ്രയോഗമാണ്. അവിടെ ഉദ്ദേശം പിന്നെ ഇതാണ്, ഇവർ ദുഃഖിച്ചു കരഞ്ഞു പ്രയാസപ്പെട്ടു എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ് ഫൈൻകുൻ തമിൻ ദംബിൻ അതൈന ഫൈനന, ഞങ്ങൾ ചെയ്ത വല്ല തെറ്റും കാരണത്താലാണ് വിഗ്രഹമേ നീ തലകുത്തി വീണത് എങ്കിൽ ഞങ്ങൾ ഇതാ നബു ഉബി ഇഖറാറി, ഞങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിക്കുന്നു, ഏറ്റു പറയുന്നു. വനൽവി അനിദംബി, ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ഞങ്ങൾ ഇതാ മടങ്ങുന്നു. വിഗ്രഹത്തിനോട് കേഴുകയാണ്, ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണത്താലാണ് നീ തലകുത്തി വീണത് എങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് മടങ്ങുകയാണ് എന്നുള്ളതാണ് ഇതിൽ പറയണത്. ഈ ഓരോ വരിക്കുവാണ് എന്ത് ചെയ്യുന്നത്, അതാണ് ഇതിൽ വിഷയം. ഇത് പിന്നെ ഈ മൗലിദിന് നേതൃത്വം നൽകുന്നവർ ഈ വരി ചെല്ലുമ്പോഴുണ്ടല്ലോ, അയാസനമൽ ഈദില്ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുർബി സലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യത്തി, അതാണ് ഇഷ്കാല്. പിന്നെ ഈ തേട്ടോ വ ഇൻ കുൻത മഖ്ലൂബൻ വനുക്കിസ്ത സാഗിറൻ, ഇനി നീ മഖ്ലൂബ് കമഴ്ത്തപ്പെട്ടതും അതേപോലെ തന്നെ തലകുത്തി വീണതും അത് നീ സാഗിറായിട്ടാണെങ്കിൽ നിന്ദ്യമായിട്ടാണ് എങ്കിൽ ഫമ അൻത ഫിൽ ഔസാനി ബി സയ്യിദുർ റബ്ബി, വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നീ ഒരിക്കലും സയ്യിദുർ റബ്ബല്ല എന്ന് പറഞ്ഞെങ്കിൽ നീ പിന്നെ ഉയർന്ന പിന്നെ രക്ഷാധികാരിയായ വിഗ്രഹമല്ല എന്ന് പറയാണ്. കാരണം ഇവരൊരു പ്രത്യേക വിഗ്രഹത്തിനെയാണ് ഈ ടീം ലക്ഷ്യമാക്കി വന്നത്. അതാണ് ഇങ്ങനെ തലകുത്തി മറിയണത്. എന്നിട്ട് പറയാനെന്ത്, ഫയാഖ് കുസൈൻ ഇർജിഉ അൻ ബലാലിക്കും, കുസൈനെ വിളിച്ചിട്ട് പറയണം. കുസൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ബനു കുസൈ, ഖുറൈശികളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ നിന്ന് മടങ്ങൂ. വഹുബു ഇലൽ ഇസ്ലാമി വൽ മൻസിലി റഹബി, ഇസ്ലാമിലേക്ക് നിങ്ങൾ മടങ്ങൂ, അതേപോലെ തന്നെ വിശാലമായ താമസ സ്ഥലത്തേക്ക്. വനാറു ജമീഇൽ ഫുർസി ഖദ് ഖമദത് ലഹു, പേർഷ്യക്കാരുടെ തീ, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കെട്ടടങ്ങിയിട്ടുണ്ട്. വഖദ് ബാത ഷാഹുൽ ഫുർസി ഫി ആമമിൽ ഖറബി, പേർഷ്യയിലെ രാജാവ് അങ്ങേയറ്റത്തെ മഹാപ്രയാസത്തിലാണ് രാത്രി കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. കാരണം
വർഷങ്ങളായി കെടാതെ സൂക്ഷിച്ചിരുന്ന അവരുടെ പേർഷ്യക്കാരുടെ തീനാളമാണ് കെട്ടത്. അതുകൊണ്ട് പേർഷ്യയിലെ രാജാവ് അസ്വസ്ഥതയിലാണ്, അങ്ങേയറ്റത്തെ അസ്വസ്ഥതയിലാണ് കഴിഞ്ഞത് എന്നാണ്. അതാണ് ഇതിലുള്ള ഈ ഒരു ഭാഗത്തിലുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു പ്രസംഗമാണ്, അല്ലെങ്കിൽ നസറാണ്, ഗദ്ദിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പറഞ്ഞ ഇന്ന ബൈത്തൻ അൻത സാക്കിൻ ഹൂലൈസ മുഖ്താജനയിലെ സുറുജി എന്ന് പറയുന്ന ബെയ്ത്തുകൾ വരുന്നത് മങ്കൂസ് മൗലിദ്. ഏതായാലും അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അദ്ദന മുഅദ്ദിനുൻ അയ്യതുഹൽ ഉയ്റു ഇന്നക്കും ലസാരിഖൂൻ. അല്ലയോ ഉയ്ർ, എന്താ ഉയ്ർ എന്നാണ് നമ്മൾ പറഞ്ഞത്? ഒട്ടകങ്ങൾക്ക് പറയും, അതേപോലെ അക്രമക്കുമുള്ള കഴുതകൾക്ക് പറയും ഉയ്ർ എന്ന്. ഒപ്പക എന്ത് ചെയ്യും പറയും? ഈ കാഫിലത്തിന് പറയും. ഒട്ടകങ്ങളും ആളുകളും യാത്രാ ചരക്കുകളൊക്കെ ഉള്ള കാഫിലത്തിന് ഉയ്ർ എന്ന് പറയും. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാൻ കാരണം എന്താ? ഉയ്റു ഖുറൈശ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ വരുന്നു എന്നാണ്, ഷാമിൽ നിന്ന് മക്കയിലേക്ക്. അത് തടയാനാണല്ലോ പോയത്. ഉയ്ർ ഖുറൈശ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അവിടെ അബൂ സുഫിയാനെ പോലുള്ള ആളുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, ചരക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ അയ്യത്തുഹൽ ഉയ്ർ എന്ന് പറയുന്ന ആര്? ഈ 11 പേരാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങൾ 11 പേർ, പിന്നെ അവരുടെ കൂടെ ഒട്ടകങ്ങൾ, പിന്നെ അവർ കൊണ്ടുപോകുന്ന ചരക്കുകൾ. അയ്യത്തുഹൽ ഉയ്ർ, അല്ലയോ യാത്രാ സംഘമേ നമുക്ക് പറയാം. ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലസാരിഖൂൻ, മോഷ്ടാക്കൾ തന്നെയാകുന്നു. ലസാരിഖൂൻ, അവിടെ സാരിഖൂൻ എന്താ? സാരിഖ് എന്ന് പറഞ്ഞാൽ മോഷ്ടാവാണ്. സറക്ക, മോഷ്ടിച്ചു. സാരിഖ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുന്നവൻ. അങ്ങനെ അവരെക്കുറിച്ച് എങ്ങനെ പറയുന്നത്? എങ്ങനെ അവർ മോഷ്ടാക്കളാണോ? അവരിവിടെ ഇത് മോഷ്ടിച്ചിട്ടുണ്ടോ? ഈ സിക്കായത്ത് അവർ മോഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ പറയാം? ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ഇതിൻ്റെ തുടർച്ചയിൽ, കദാലിക കിദ്നാ ലി യൂസുഫ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. യൂസുഫിന് വേണ്ടി നാം തന്ത്രം പ്രയോഗിച്ചു എന്നാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അള്ളാഹുവിൻ്റെ അറിയിപ്പ് പ്രകാരം, വഹീ പ്രകാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യണതാണ്. മനസ്സിലായി? അതൊന്ന്. കിദ്ന അള്ളാഹ് പറയണം, നാം തന്ത്രം പ്രയോഗിച്ചു യൂസുഫിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പാടുള്ളതല്ല. കാരണം ഇത് അള്ളാഹു കൊടുക്കുന്ന ബോധന പ്രകാരമാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കി, നിങ്ങൾ അയ്യത്തുഹൽ ഉയ്റു ഇന്നക്കും ലസാരിഖൂൻ എന്ന് പറയുന്നത്, നിങ്ങൾ മോഷ്ടാക്കളാണ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് മോഷ്ടിച്ചു എന്ന് പറയുന്നില്ല. സാരിഖൂൻ എന്ത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. സാരിഖൂൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അവർ മോഷ്ടാക്കളാണ്. ഇവരാരെയും മോഷ്ടിച്ച്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും മോഷ്ടിച്ചിട്ടുണ്ട്. വാപ്പാൻ്റെ മടിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടീനെ യൂസുഫിനെ എടുത്തുകൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്തത്? അവർ കിണറ്റിലേക്ക് എറിഞ്ഞത്. അപ്പോൾ അവരെക്കുറിച്ചില്ല സാരിഖൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, അതൊരു അധിക പ്രയോഗമോ അല്ലെങ്കിൽ തെറ്റായ പ്രയോഗമല്ല. അവർ ശരിക്കും എന്താണ്? അവർ മോഷ്ടാക്കളാണ്. ഇന്നക്കും ലസാരിഖൂൻ എന്ന് പറഞ്ഞാൽ ഇത് സുവാഉൽ മലിക്ക് മോഷ്ടിച്ചു എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അയ്യത്തുഹൽ ഉയ്റു ഇന്നക്കും ലസാരിഖൂൻ. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? പണ്ടവർ മോഷ്ടിച്ചിട്ടുണ്ട്, അവർ മോഷ്ടാക്കളായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പം അവരെന്ത് ചെയ്തില്ല? മോഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഖാലു വ അഖ്ബലു അലൈഹിം മാദാ തഫ്ഖിദൂൻ. ഖാലു, അവർ പറഞ്ഞു. അവർ പറഞ്ഞു എന്നാരെ പറഞ്ഞു? ഈ യൂസുഫിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു. ഖാലു, അവർ പറഞ്ഞു. എങ്ങനെ അവർ പറഞ്ഞത്? വ അഖ്ബലു അലൈഹിം, വാവുൽ ഹാലാണ്. അഖ്ബലു അലൈഹിം, ഇവരുടെ നേരെ മുന്നിട്ട് വന്നുകൊണ്ട് അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ ചോദിച്ചു, മാദാ തഫ്ഖിദൂൻ. എന്താ മാദാ തഫ്ഖിദൂൻ? മാദാ, എന്താണ് തഫ്ഖിദൂൻ, നിങ്ങൾക്ക് നഷ്ടമായത്, നിങ്ങൾക്ക് എന്താണ് നഷ്ടമായത് എന്നവർ ചോദിച്ചു. ഇവിടെ നോക്കി, എന്തിനാ വ അഖ്ബലു അലൈഹിം എന്ന് പറഞ്ഞത്? അഖ്ബലു എന്ന് പറഞ്ഞാൽ ഈ സഹോദരങ്ങൾ, അവർ മുന്നിട്ട് വന്നു. അലൈഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നേരെ എന്ന് പറഞ്ഞാൽ യൂസുഫിൻ്റെയും കൊട്ടാരത്തിലെ ആളുകളുടെയും നേരെ അവർ മുന്നിട്ട് വന്നിട്ട് അവർ ചോദിക്കാണ് മാദാ തഫ്ഖിദൂൻ, നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന്. എന്തിനാ ഇവിടെ ഈ അഖ്ബലു അലൈഹിം എന്ന് പറഞ്ഞ്? അവർ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അവരൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? അവർക്ക് ഉള്ളിൽ ധൈര്യമുണ്ട്. നമ്മൾ പറയില്ല, എന്താണ് അരയിൽ മടിയിൽ കാനുള്ളവനാണ് പേടി ഉണ്ടാക്കുക എന്നറിയില്ലേ? അവർക്ക് മടിയിൽ കാനല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേഗം വരാം. ആ സമയം അവരെന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അവർ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരുമോ? ഇല്ല, അവരവിടെ നിന്ന് പരുങ്ങുക ചെയ്യുക. അല്ലെങ്കിൽ അവിടുന്ന് എങ്ങനെയെങ്കിലും അങ്ങോട്ട് വണ്ടി ഇട്ട് പോകാനാണ് നോക്കുക. പക്ഷേ ഇവർ ഇന്നക്കും ലസാരിഖൂൻ എന്ന് കേട്ട മാത്രയിൽ ഖാലു മാദാ തഫ്ഖിദൂൻ, അവർ പറഞ്ഞു മാദാ തഫ്ഖിദൂൻ, നിങ്ങൾ എന്താണ് തരുന്നത്, എന്താണ് നിങ്ങൾക്ക് നഷ്ടമായത് എന്ന്. പക്ഷേ അത് പറയുമ്പോൾ വ അഖ്ബലു അലൈഹി എന്നാണ്. ഇവർ വേഗം വരികയാണ് ചെയ്യുന്നത്.
കാരണം അവർക്ക് അത്രയും ഉറപ്പുണ്ട് ഞങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത്. ബിന്യാമീൻ അതറിയാം. അതുകൊണ്ടല്ലേ പിന്നെ എന്ത് ചെയ്യുന്നത്, ബിന്യാമീന് മിണ്ടാതെ നിൽക്കണേ. ബിന്യാമീൻ മിണ്ടാതിരിക്കുകയല്ല, ബിന്യാമീൻ ഇതൊക്കെ നടക്കും, ബിന്യാമീൻ മിണ്ടില്ല. അതുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ എന്ത് ചെയ്യണത്, ബിന്യാമീനോടെതിരായ ഞങ്ങൾക്ക് പറയണത്. എന്താ അവർ പറയണത്, ഇൻ സറക്ക പക്കത് സറക്ക അഹുല്ലഹു മിൻ ഖബൽ, ഇവൻ കട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഒരു സഹോദരന് മുമ്പ് കട്ടിട്ടുണ്ടെന്ന് പറയും. കാരണം എന്താ അങ്ങനെ പറയുക, കാരണം ബിന്യാമീൻ മിണ്ടുന്നില്ല. അപ്പം ഈ മിണ്ടാതിരിക്കുമ്പോൾ എന്താ തോന്നൂലേ, ഇവനെന്താ ഇതൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കണേ, അപ്പം മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വിഷയം. പിന്നെ മാത്രമല്ല ഇവർ പറയുന്നുണ്ട്, ഈ സഹോദരങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ വാപ്പാനോട് ചെന്നിട്ട് എന്ത് പറയും, ബിന്യാമീൻ ഇല്ലല്ലോ കൂടെ. അപ്പോൾ പറയണം ഇന്ന ബിനക്ക സറഖ്, നമുക്ക് പോയിട്ട് പറയണം നിങ്ങളുടെ മകനും മോഷ്ടിച്ചു എന്ന് പറയണം. അല്ല അതൊക്കെ പറയാൻ കാരണം എന്താ കാരണം ഇതൊക്കെ നടക്കുമ്പോഴും ബിന്യാമീൻ മിണ്ടണില്ല. ബിന്യാമീൻ്റെ മൗനം ഈ സഹോദരങ്ങൾക്കൊരു പ്രൂഫായി, ബിന്യാമീൻ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ഇനി വാപ്പാനോട് എന്ത് പറയും നമ്മൾ പോയിട്ടെന്ന് പറയുമ്പോൾ വാപ്പാനോട് പറയണം ബിന്യാമീൻ കട്ടരുത്. അതുകൊണ്ട് അതേപോലെ തന്നെ ഈ അസീസിനോട് പറയാണ് ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു സഹോദരൻ ഉണ്ടായി, മുമ്പൊരു മോഷ്ടിച്ചിട്ടുണ്ട് മുമ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതാണ് അവിടെ എൻ്റെ ഒരു വിഷയം. തയ്യബ് കാലു വ അക്ബലു അലൈഹിം മാതാ തഫ്ഖിദു. അപ്പോൾ കാലു ഇവർ പറയാണ് നഫ്ഖിദു സുവാ അൽ മലിക്, നഫ്ഖിദു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, സുവാ അൽ മലിക്. സുവാ അൽ മലിക് എന്ന് പറഞ്ഞാൽ മലിക്കിൻ്റെ സുവാ അളവ് പാത്രം എന്ന് പറയാം. അതിനെ ഇനിയിപ്പോൾ ഈ പാനപാത്രത്തിൻ്റെ പേരായാലും അത് മുസ്കിൽ. അവിടെ നോക്കി ആ പ്രയോഗം കാലു നഫ്ഖിദു. കൊട്ടാരത്തിൽ എന്തൊക്കെ പാത്രങ്ങളുണ്ടാവും അല്ലേ, ഒരു രാജാവിനും പാനപാത്രം വേറെ ഉണ്ടാവില്ലേ. പക്ഷെ ഇവർ പറഞ്ഞ സുവാ അൽ മലിക് എന്നാണ്. എന്തിനാണ് സുവായിനെ മലിക്കിലേക്ക് പറഞ്ഞത്? ഇവിടുത്തെ പിന്നെ ഈ പൊട്ടും പൊടിയല്ല, പിന്നെയോ രാജാവിൻ്റെ സുവായിനെ എടുത്തിങ്ങനെ അതിൻ്റെ ആ ഗൗരവം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സുവാ അൽ മലിക്കാണ് നഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത്. ചില്ലറ സാധനമല്ല, കൊട്ടാരത്തിൽ എന്തെങ്കിലും പെന്നോ പെൻസിലോ അല്ല, പിന്നെയോ സുവാ അൽ മലിക്, രാജാവിൻ്റെ സുവാണ് നഷ്ടപ്പെട്ടത്. ഇവർ നെട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ സഹോദരങ്ങളൊന്ന് നെട്ടാൻ വേണ്ടിയിട്ടാണ്. വലിമൻ ജാഅ ബിഹി ഹിംലു ബഗീരിൻ വഅന ബിഹി സഗീർ. ഇത് കുറേ മസാലകളുള്ളൊരു വിഷയമാണ്. അത് നമുക്ക് പിന്നെ അത് വലിമൻ ജാഅ ബിഹി, ആരാണ് അത് കൊണ്ടുവരുന്നത് അവനുണ്ട്. ജാ എന്ന് പറഞ്ഞാൽ വന്നു, ജാഅ ബിഹി അത് കൊണ്ടുവന്നു. മൻ ജാഅ ബിഹി ആരാണ് അത് കൊണ്ടുവരുന്നത്, അതിന് വലിയ വന്നല്ലേ, അവനുണ്ട്. വലിമൻ ജാഅ ബിഹി ആരാണോ ഈ സുവാഉൽ മലിക് കൊണ്ടുവരുന്നത് അവനുണ്ട്. ഹിംലു ബഗീരിൻ, എന്താ ഹിംലു ബഗീർ എന്ന് പറഞ്ഞാൽ ഒരൊട്ടകത്തിന് വഹിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ. ഹിംലു ബഗീർ ഒരൊട്ടകത്തിന് വഹിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ അവന് സമ്മാനമായി ഉണ്ട്, മുക്കാഫ പാരിതോഷികം. വ അന ബിഹി സഈം, വ അന ഞാൻ, ബിഹി എന്നാണ്, ബിഹി എന്ന് പറഞ്ഞാൽ ആ ഹിംലു ബഗീർ അവന് സമ്മാനമായി നൽകുന്നതിൽ ഞാൻ സഈമാണ്. എന്താ സഈം? ഞാനതിൻ്റെ ഉത്തരവാദിയാണ്. കുറേ മസാലകൾ പറയാനുള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ ഇടപാടുകളൊക്കെയുമായി ബന്ധപ്പെട്ട്. അതിലൊന്ന് ഇതാണ്, ഈ ജാലത്ത് എന്ന് പറയും. ജാല അല്ലെങ്കിൽ ജുഅൽ എന്ന് പറയും, സമ്മാനം. അതായത് സമ്മാനം കൊടുക്കൂലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്ത ഒരാൾ, അയാൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുമല്ലോ. നമുക്കെന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്തു, അവർക്ക് കൊടുക്കുന്ന സമ്മാനം അത് ശറാണ്, നമ്മുടെ ദീനിലുള്ളതാണ്. അതിന് തെളിവിതാണ്. ഇവിടെ നോക്കിയാൽ ഈ സുവാഉൽ മലിക് കൊണ്ടുവരുന്നവന് ഹിംലു ബഗീർ സമ്മാനം, അതിനാണ് ഫിഖ്ഹിൽ ജആല എന്ന് പറയാം, അല്ലെങ്കിൽ ജുഅൽ എന്ന് പറയും സമ്മാനം. വ അന ബിഹി ആ സമ്മാനം അവനുണ്ട് എന്നതിന് ഞാൻ, ആരെയും ഞാൻ ഈ വിളിച്ചു പറയുന്ന ആൾ അതന്നെ തന്നെ വിളിച്ചു പറയുന്ന ആൾ പറയുന്നത് വ അന ബിഹി അതുണ്ട് എന്നുള്ളതിന് ഞാൻ സഈമുൻ. സഈം എന്ന് പറഞ്ഞാൽ കഫീൽ, ഹമീൽ എന്നൊക്കെ പറയില്ലേ, വാമിൻ ഉത്തരവാദി, സ്പോൺസർ. സഈം പല അർത്ഥത്തിന് വരും. സഈം അൽ മുനൈദിർ അൽ ഇഫ്രീഖി എന്നൊരു സഹാബിയുണ്ട്, അൽ മുനൈദിർ ഉൽ ഇഫ്രീഖി. ഇസ്ലാം മതങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസിൽ കാണാം, മൻ ഖാല റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ ഫഅന സഈമു ആഖുദു ബിയദിഹി ഇലൽ ജന്ന എന്ന് പറഞ്ഞു. ഞാനാണ് സഈം, അവൻ്റെ കൈ പിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് നയിക്കും പോകാൻ എന്ന് പറഞ്ഞില്ലേ.
റദീതു ബില്ലാഹി റബ്ബ ബിൽ ഇസ്ലാമി ദീന ഒബി മുഹമ്മദിൻ നബിയ എന്ന് ചൊല്ലുന്നവൻ്റെ വിഷയത്തിൽ വിശ്വാസം മതങ്ങൾ പറയാം, ഞാൻ ഉത്തരവാദിയാണ് അവൻ്റെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് ചെല്ലാൻ എന്ന അർത്ഥത്തിൽ. അവിടെ സഈം അപ്പോൾ പറയാതെ ഇൻഷാ അല്ലാ. ഇത് പിന്നെ കഫാലത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ ദിമാനുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഒരു വിഷയമാണ്. അത് കുറച്ച് മസാലകളാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. വീതേന ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.